ഹലോ, അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഡ്രസ്സൊക്കെ മാറ്റി എവിടേക്കാണെന്നല്ലേ. അപ്പോൾ നമുക്ക് നോമ്പായിട്ട് വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങണം പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. പിന്നെ അറിയാമല്ലോ, നമ്മൾ റംസാന് മുമ്പ് തന്നെ എൻ്റെ ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ ആയിട്ട് കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ തന്നെ അത്യാവശ്യം ഇടങ്ങേറായി പോയി. അപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എൻ്റെ ഏകദേശം ക്ലിയറായി വരുന്നുണ്ട്. ഇനി നോമ്പ് എടുക്കണം. നോമ്പ് എടുത്താൽ പിന്നെ പോയി ഒന്നും ചെയ്യാനും വെളിയിൽ പോയി ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. അപ്പോൾ എന്തായാലും അതിന് മുമ്പ് തന്നെ പോയി വാങ്ങാന്ന് പറഞ്ഞ് ഇറങ്ങണേ. ഇക്ക എവിടെ? ഇക്കതാ ജനൽ വെളിച്ചം. ഇക്ക ജനലുകളൊക്കെ അടച്ചോ അടച്ചില്ലേന്ന് നോക്കണം. വേറെ ഒന്നുമല്ല, ഇക്കാൻ്റെ കുട്ടി, ഇക്കാൻ്റെ അണ്ണാൻകുട്ടിനെ നമ്മൾ എല്ലാവരും ഇവിടുന്ന് പോയാൽ പൂച്ച കൊണ്ടുപോകുമ്പോൾ പറഞ്ഞ് ടെൻഷനിലാണ് കേട്ടോ. അതാ എല്ലാവിടെയും പോയി ആള് സെർച്ച് ചെയ്യണ്. എല്ലാവിടെയും പോയി ജനലുകൾ ഏതെങ്കിലും തുറന്നു കിടക്കണ്ടൊക്കെ പൂച്ച വന്നിട്ട് അതിനെ കണ്ണു വെച്ചിട്ടുണ്ട് പൂച്ചകള്. അപ്പൊ പൂച്ച മറ്റേ വന്നിട്ട് തിന്നോന്ന് പറഞ്ഞിട്ട് എല്ലാം അങ്ങോട്ട് ഇതാ നോക്കാണ്. കാരണം അണ്ണാൻകുട്ടിനെ അണ്ണാൻകുട്ടിയുടെ ഇത്ര നേരം അവന്റെ കൂടെ കളിക്കായിരുന്നു. ഉണ്ടോ കാണുണ്ടോ? ഇപ്പൊ അതിനെ കൂട്ടിലാക്കി പോവുകയാണ് പറഞ്ഞിട്ട്. ആവശ്യം വേണ്ട സാധനം ഒന്നുമില്ല വീട്ടിലേക്ക്. അപ്പൊ അതില്ലാതെ ഇനി എന്തായാലും ഒപ്പിക്കാൻ പറ്റില്ല. അവന് നോമ്പ് എടുത്തു തുടങ്ങിയാൽ പിന്നെ എനിക്ക് പോയിട്ട് അതൊന്നും എടുത്തിട്ട് വരാനുള്ള ആരോഗ്യമൊന്നും ഇല്ല. അതിൽ ഇന്നങ്ങോട്ട് പോയി എടുത്തിട്ട് വരാം. നോമ്പ് വെളിച്ചം കൊണ്ട് നോമ്പെടുത്ത് തുടങ്ങുമ്പോഴേക്കും പോയി എടുത്തിട്ട് വരാന്ന് വിചാരിച്ച്. അപ്പൊ വീട്ടിലോട്ട് പോവാ. ഇക്ക ഇനിയും തുടങ്ങിയിട്ടില്ല. അതൊക്കെ തരിക. അങ്ങനെതാ നമ്മൾ നമ്മുടെ വാഹനം എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇണക്കിടി എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് നമ്മുടെ വീടിന് കുറച്ച് അപ്പുറത്തുള്ള സ്ഥലമായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, വയലിന്റെ ഓരത്താണ് നമ്മുടെ വീട്. നല്ല രസമാണ് കേട്ടോ. അങ്ങനെതാ നമ്മൾ ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും തോന്നുന്നു. അപ്പുറത്താണ് കേട്ടോ നമ്മൾ പോകുന്നത്. വേറെ ഒന്നിനല്ല കേട്ടോ പോകുന്നത്. അത്യാവശ്യപ്പെട്ട ഒരു സാധനം വീട്ടിൽ ഇല്ല. ഇനി ഒപ്പിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ വീട്ടിൽ താമസം തുടങ്ങിയിട്ട് ഇത്ര കാലമായിട്ട് അത് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. വീട്ടിൽ നിന്ന് ഇമ്മ തന്നിട്ട് തന്നെയാണ് ഒപ്പിച്ച് പോയത്. അപ്പൊ ഇപ്പൊ ഇക്ക പറഞ്ഞ് നമുക്ക് എന്തായാലും കുറച്ചൊന്ന് വാങ്ങാം പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി തിരിച്ചതാണ് കേട്ടോ. വേറെ ഒന്നല്ല, വിറകില്ല. വിറക് നമ്മളെല്ലാം ഒന്നും ഗ്യാസിലല്ല കേട്ടോ വയ്ക്കുന്ന. നിങ്ങൾക്ക് അറിയാലോ, ചോറ് ഞാൻ അടുപ്പിലേ വെക്കുള്ളൂ. ചോറ് ഞാൻ ഗ്യാസിൽ വെക്കില്ല. പൊതുവെ എനിക്ക് പറ്റില്ല, ഇഷ്ടമല്ല. പിന്നെ അതുമല്ല, നമ്മളെല്ലാം ഗ്യാസിലാവുമ്പോൾ ഗ്യാസും പെട്ടെന്ന് കഴിയും. ചോറ് അടുപ്പിൽ തന്നെ വെക്കുള്ളൂ. അപ്പൊ വിറക് ഇത്രയും കാലം 5 മാസത്തോളമൊക്കെ ആയി ഇമ്മ തന്നെയാണ് അവിടെ നിന്ന് വാങ്ങുമ്പോൾ തരല് കേട്ടോ. അവിടെ നിന്ന് വാങ്ങുമ്പോൾ പകുതി ഇങ്ങോട്ട് തരും. അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അപ്പൊ എനിക്ക് വേണ്ട, നമുക്ക് കുറച്ചൊന്ന് വാങ്ങാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പോയതാണ് കേട്ടോ. കുറച്ച് മതി, അത്യാവശ്യം മതി. ഒരുപാട് വിറകിന് ചിലവൊന്നുമില്ല. ചോറ് പിന്നെ അത്യാവശ്യം വെള്ളം ചൂടാക്കൽ അത് മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ കുറച്ച് മതി, എന്തായാലും കുറച്ച് നമുക്ക് എടുത്താ ആയല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി തിരിച്ചതാണ്. അപ്പൊ അവിടെ നോക്കുമ്പോ ആകെ പ്ലാനിങ് ഒക്കെ തെറ്റിട്ടോ. മൊത്തം ഈർന്ന് ഇട്ടിട്ട് കുറച്ചായിട്ടുള്ളു. പച്ചയാണ് കേട്ടോ, വലിയ ഉണങ്ങിയിട്ടില്ല. ഉണക്കൊന്നും കാണുന്നില്ല. ഇനിയിപ്പോ ഇവിടെ നിന്ന് വിട്ട് വീണ്ടും കുറെ കിലോമീറ്റർ വണ്ടി ഓട്ടിട്ട് പോകണം. ഇക്കാക്കും വയ്യ വെയിലത്ത്. പിന്നെ നമ്മുടെ പാലക്കാട് കൊടും ചൂട് തുടങ്ങിയിരിക്കുകയാണ്. മാർച്ച് 1 തന്നെ നല്ല ഉഷ്ണം തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പാലക്കാട്. അപ്പൊ ഇനിയിപ്പോ ഇതിനെന്തായാലും നല്ല വെയിലുണ്ട്. വീട്ടിൽ കൊണ്ടിട്ട് ഉണങ്ങിയിട്ട് എന്തായാലും കത്തിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഒരോടെ പോകണ്ടെന്ന് പറഞ്ഞിട്ട് ആ വിറകന്നെ എടുത്തിട്ടോ. നമ്മള് 5 തൂക്ക് വിറകാണ് കേട്ടോ എടുത്തത്. 5 തൂക്ക് വിറക് 170 എത്രയോ ആയിരുന്നു കേട്ടോ. 35 രൂപയാണ് കേട്ടോ ഒരു തൂക്ക് വിറകിന്. അപ്പൊ ഇക്ക പൈസ കൊടുക്കാൻ വേണ്ടി പോയിരിക്കായിരുന്നു. അപ്പൊ ഞാനൊരു തണലത്ത് മാറി നിന്ന് എനിക്ക് വെയിലൊള്ളാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ കുറച്ച് റോഡ് മോശമായതുകൊണ്ട് വിറകിന്റെ മേലെ കയറി ഇരിക്കാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് ഇങ്ങനെ നടന്നു വന്നു. അതുണ്ട് ഇക്കാന്റെ വണ്ടി വരുന്നുണ്ടോ, ഇക്ക ബാക്കിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ കേറാന്ന് പറഞ്ഞു. അപ്പൊ ഇതുണ്ടോ വിറകിന്റെ മേലെയൊക്കെ കാല് വെച്ചിട്ട് ഇരിക്കുന്നു. ഇക്ക ഫ്രണ്ടിൽ കൂടെ ഇരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വേണ്ട, ഞാൻ ബാക്കിൽ തന്നെ ഇരിക്കാന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ ഇന്നലെ എന്റെ വെല്ലം 1 കിലോ എന്റെ അമ്മ വാങ്ങിയത് തന്നതില്ലേ, അതിൽ മൊത്തം ഉറുമ്പ് പിടിച്ചിരിക്കുക. എനിക്ക് സങ്കടമായി. അപ്പൊ എന്റെ സങ്കടം കണ്ടിട്ട് എനിക്കൊരു ഡപ്പ വാങ്ങിച്ചു തന്നു വെള്ളം ഇട്ട് വെക്കാനായിട്ട്. അങ്ങനെ അതും വാങ്ങിച്ച് പിന്നെ വീട്ടിക്ക് പഞ്ചസാര തീർന്നിക്കാണ്. അപ്പൊ കുറച്ച് സാധനങ്ങൾ വാങ്ങാന്ന് വിചാരിച്ചു. പക്ഷേ എന്താന്ന് വെച്ചാ പോവാൻ പറ്റിയില്ല. വിറക് ഇങ്ങനെ പ്രതീക്ഷിക്കാതെ ഒരു 3 തൂക്ക് വാങ്ങാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയത്. പ്രതീക്ഷിക്കാതെ 5 വാങ്ങിയപ്പോ സ്ഥലം ഇല്ലാണ്ടായി. പിന്നെ അതും വെച്ച് ഇനി കടയിലൊന്നും കയറണ്ട എന്ന് പറഞ്ഞിട്ട് വേഗം അങ്ങോട്ട് വീട്ടിൽ തന്നെ വന്നു കേട്ടോ. കഴിഞ്ഞു. ഇക്ക ക്യാമറാമാനായിട്ട് അവിടെ ചെയർ ഇട്ടിരുന്നിട്ട്
വന്നിട്ട് വീഡിയോ എടുക്കണ്, ഞാൻ വിറകെടുക്കുന്നത്. ഇക്ക പാവട്ടോ, വയ്യ. എന്താണ് നോമ്പില്ലെങ്കിൽ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും. അങ്ങനെ ക്ഷീണിക്കുക, വണ്ടി ഓട്ടിട്ട് വെയിലത്ത് പോയി വരുമ്പോഴേക്കും തന്നെ വയ്യ. അപ്പൊ പിന്നെ വേണ്ട, ഞാൻ പതുക്കെ ആവുള്ളൂ, എന്നാലും ഞാൻ തന്നെ ഇട്ട് വെക്കാന്ന് പറഞ്ഞിരിക്കാനെ ക്യാമറാമാനാക്കി. അങ്ങനെ ഇതാ കഴിഞ്ഞിരിക്കണം കേട്ടോ. ഞാൻ തന്നെ വിറകെല്ലാം എടുത്തെടുത്ത് കൊണ്ടുപോയി പരത്തി ഇട്ടിട്ടോ. കാരണം എന്താ വെച്ചാൽ പച്ചയാണ് കുറച്ച്, അപ്പൊ ഉണങ്ങി കിട്ടിയാലേ കത്തുള്ളൂ. അപ്പൊ അങ്ങനെ പരത്തി ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വീഡിയോ. അപ്പൊ നമ്മളിതാ വിറകൊക്കെ എടുത്ത് വന്ന് ക്ഷീണിച്ചിട്ടോ. അയ്യോ ക്ഷീണിച്ചു. കടയിൽ പോണ അത്യാവശ്യം സാധനങ്ങൾ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ വയ്യാതായി. നോമ്പ് ഇക്കാക്ക് അത്രയും വയ്യ, എനിക്ക് അത്രയും വയ്യ. അപ്പൊ പിന്നെ വിറകും കൊണ്ട് അങ്ങനെ അങ്ങോട്ട് വന്നു. നമുക്ക് അധികം ഉണങ്ങാത്ത വിറകാട്ടോ കിട്ടിയത്. പിന്നെ ഇനിയിപ്പോ അന്വേഷിച്ച് വേറെ സ്ഥലത്ത് പോകണം. ഇക്കാക്ക് വയ്യാത്തവിടെ വണ്ടി ഓട്ടിയിട്ട് ഇനിയിപ്പോ പോവണ്ടേന്ന് പറഞ്ഞിട്ട് വേണ്ട, അത് കൊണ്ടുവന്ന് ഇവിടെ വെയിലത്തിട്ട് ഉണക്കാന്ന് പറഞ്ഞുകൊണ്ട് അതന്നെ കൊണ്ടുവന്നു. ഇക്കട വന്നപാട് കിടന്നു, വന്നപാട് കിടന്നു വയ്യക്കാക്ക്. അപ്പൊ അത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് വീഡിയോ കാണാം, വീഡിയോസിന് ഒരു ലൈക്ക് കൊടുക്കുക, ഒന്ന് മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും